ഗുഡ് മോർണിംഗ്. ഇതെന്നാന്ന് മനസ്സിലായോ? ഇതാണ് ചെറുതക്കാളി. കുഞ്ഞൻ തക്കാളി, മധുരത്തക്കാളി, അങ്ങനെ കുറേ പേരുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ചെയ്ത് ചുമ്മാ പെറുക്കി തിന്നാൻ. നമ്മുടെ മുന്തിരിങ്ങ പെറുക്കി തിന്നുന്ന പോലത്തെ ഒരു ഫീൽ. ഇടയ്ക്കൊക്കെ ഇത്തിരി തക്കാളിയുടെ പുളി വന്നെങ്കിലും പക്ഷെ മധുരം ഇതിൽ കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ഇന്ന് ഇത് വെച്ച് നമ്മളൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാം. കുഞ്ഞൻ തക്കാളി പച്ചടി. ഭയങ്കര എളുപ്പം കേട്ടോ ഉണ്ടാക്കാൻ. വെളിച്ചെണ്ണ ഒഴിക്കുക, ഈ തക്കാളിയെല്ലാം ഇതിനകത്തിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക. ഞാൻ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് വഴണ്ട് വെന്ത് വരണം. പിന്നെ വേറൊരു കാര്യം, ഈ തക്കാളി മുറിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. തീരെ ചെറിയ വീഡിയോ കാണുന്ന വലിപ്പം കൂടിയില്ല ഇതിനകത്ത്. അതുകൊണ്ട് നമുക്ക് മുറിക്കാതെ തന്നെ ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ എടുത്ത് അരയ്ക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം കടുക് ഇത്തിരി ചതച്ചിട്ട് ഒന്നുകൂടി ഇട്ട് അരയ്ക്കണം. ഞാനിവിടെ മിക്സിയിലിട്ട് തന്നെ കടുക് ഇടുക കേട്ടോ. മെനക്കെടാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈസിയേ. അത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കഴിയുമ്പം ഈ തക്കാളി വെന്തതിലോട്ട് നമുക്ക് ഈ പേസ്റ്റ് അങ്ങോട്ട് ഒഴിക്കാം. അത് കഴിയുമ്പം തൈര് ഒഴിക്കണം. അതൊന്ന് തിളച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ. പിന്നെ തൈര് ഇത്തിരി പുളിയും തൈര് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും, കാരണം തക്കാളിക്ക് മധുരമാണ്. അതുകൊണ്ട് പുളിയും തൈര് ഒഴിച്ച് ആ തൈര് ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് താളിച്ച് ചേർക്കണം. ഇത്തിരി വെളിച്ചെണ്ണ, കടുക്, ചുവന്നുള്ളി, കരിവേപ്പില, വറ്റൽമുളകെല്ലാം ഇട്ട് താളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അടുപ്പിൽ നിർത്താൽ മതി. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഈ മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ ഇല്ലേ, ആ കഴിക്കുന്നൊരു ഫീലാണ്. കാരണം ആ തക്കാളിയുടെ മധുരം, പിന്നെ പുളിയും തൈരൊക്കെ ഒഴിച്ച് പച്ചടിയുടെ ചാറ് കറി, മൊത്തത്തിലൊരു കിടു ടേസ്റ്റാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പം ബൈ ബൈ.